കൊച്ചിയിലേക്ക് വിമാനത്താവളത്തിൽ 10:30 മൃതദേഹങ്ങൾ എത്തിച്ചേരുക എന്നാണ് റേഞ്ച് DIG പുട്ട വിമലാദിത്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരും. കുവൈറ്റിലെ തൊഴിലാളികളുടെ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 23 മലയാളികളുടെ അടക്കം 46 മൃതദേഹങ്ങളാണ് കൊച്ചിയിലേക്ക് വരുന്ന ഈ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലുള്ളത്. അലി അക്ബർ ഷാ കൂടുതൽ വിവരങ്ങൾ നൽകും. അലി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് ആദ്യം 8:30 എന്നാണ് പറഞ്ഞിരുന്നത്. പ്രാദേശിക സമയം 1:15, അതായത് കുവൈറ്റി സമയം 1:15 കുവൈറ്റിൽ നിന്ന് ഈ വിമാനം പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഏകദേശം 4 മണിയോട് അടുത്ത് വരും, 3:45 കഴിയും. അപ്പോൾ 10:30 ആകുമോ വിമാനത്താവളത്തിലേക്ക് ഈ വിമാനം എത്താൻ? അതല്ല 9:30 എത്തുക? അതിനകത്ത് എന്തെങ്കിലും കൺഫർമേഷൻ ആയിട്ടുണ്ടോ അല്ലേ? അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എയർപോർട്ടിൽ നിന്നാണ് അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നത്. നേരത്തെ അറിയിച്ചിരിക്കുന്നതനുസരിച്ച് മംഗഫിൽ തൊഴിലാളികൾ താമസിച്ച ഈ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 23 മലയാളികളുടെ അടക്കം 46 പേരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം 8:30 എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നത്. പിന്നീട് അല്പം വൈകുമെന്ന് അറിയിച്ചു, 9:15 എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ റേഞ്ച് DIG പുട്ട വിമലാദിത്യ പറയുന്നത് ഒരുപക്ഷെ 10 മണി കഴിയുമെന്നാണ്. അലി അക്ബർ ഷാ, 10 മണി കഴിയുമോ വിമാനമെത്താൻ? അരുൺകുമാർ ആദ്യം പറഞ്ഞിരുന്ന വിവരമനുസരിച്ച് 8:30 വ്യോമസേനാ വിമാനം കൊച്ചിയിൽ എത്തിച്ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതിനുശേഷം വീണ്ടും സമയം മാറ്റിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റേഞ്ച് DIG പുട്ട വിമലാദിത്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് 10:30 ആയിരിക്കും ഈ മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനാ വിമാനം കൊച്ചിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അവിടെ നിന്നും ഏകദേശം 1:15 വിമാനം പുറപ്പെടുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പക്ഷേ അത് 3 മണിക്ക് ശേഷമാണ് കുവൈറ്റിൽ നിന്നും ഈ മൃതദേഹങ്ങളും വഹിച്ചുള്ള വിമാനം പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയ സമയക്രമത്തിലെ മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 10:30 ഈ മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനാ വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേരും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തുകൂടി, ഈ കാണുന്ന ഭാഗത്തുകൂടിയാണ് ഈ മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. ഇതുവഴി പുറത്തേക്ക് കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ടേബിളുകളിലായിരിക്കും കിടത്തുക. ഇവിടെ വെച്ചായിരിക്കും മന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മൃതദേഹങ്ങളിലെ അന്തിമോപചാരം അർപ്പിക്കുക. സമൂഹത്തിന്റെ വിവിധ തുറങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഔദ്യോഗിക തലങ്ങളിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നിരത്തി വെച്ചിരിക്കുന്ന ടേബിളുകളിലേക്കാണ് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനുള്ളിൽ എത്തിക്കാൻ പോകുന്നത്. അരുൺകുമാർ, 45 മൃതദേഹങ്ങളാണ് ഈ വിമാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇത് ഇന്ത്യയിലേക്കുള്ള മൃതദേഹങ്ങളാണ്. ഇതിൽ 23 മൃതദേഹങ്ങളാണ് കൊച്ചി വിമാനത്താവളത്തിൽ ഇറക്കുക. 23 മലയാളികളുടെ മൃതദേഹങ്ങളാണ് കൊച്ചി വിമാനത്താവളത്തിൽ ഇറക്കുക. അതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ സമീപ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള മൃതദേഹങ്ങളും കൊച്ചി വിമാനത്താവളത്തിൽ ഇറക്കും. ഇവിടെ നിന്നും ഈ നോർക്കയുടെ ആംബുലൻസ് മാർഗമായിരിക്കും ഈ കേരളത്തിന്റെ സമീപ സംസ്ഥാനങ്ങളിലേക്കുള്ള മൃതദേഹങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോവുക. കണക്കുകൾ അനുസരിച്ച് തമിഴ്നാട്ടിൽ 7 പേരും ആന്ധ്രാപ്രദേശിൽ 3 പേരുമാണ് മരിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ ഇറക്കും. ഈ കൊണ്ടുവരുന്ന 45 മൃതദേഹങ്ങളിൽ 14 മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് ഇതേ വിമാനത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോവുക. അതിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആളുകളുണ്ട്, പഞ്ചാബിലേക്ക് കൊണ്ടുപോകേണ്ട മൃതദേഹമുണ്ട്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട 14 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും ഇതേ വിമാനത്തിൽ തിരിച്ചു കൊണ്ടുപോവുക. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന കണക്കുകൾ. ഇതാണ് ഇപ്പോൾ സമയക്രമം പറയുകയാണെങ്കിൽ 10:30 ഈ വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇവിടെ ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ ആംബുലൻസുകൾക്ക് പിന്നാലെയും ഓരോ പോലീസ് വാഹനങ്ങൾ എസ്കോർട്ട് ഉണ്ടാകുമെന്നും ഇപ്പോൾ റേഞ്ച് DIG മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസുകൾക്കും അതുപോലെ തന്നെ സമാനമായ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, സമീപ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആംബുലൻസുകൾക്കൊപ്പവും പോലീസിന്റെ ഒരു എസ്കോർട്ട് വാഹനവും ഉണ്ടാകും. ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹങ്ങൾ എത്തിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജില്ലാ കളക്ടർക്കാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുള്ളത്. എന്തായാലും ഏറ്റവും പുതിയ വിവരമനുസരിച്ച് നമ്മൾ ഈ കാണുന്ന ഈ ടേബിളുകളിലേക്ക് 10:30 വ്യോമസേനാ വിമാനത്തിൽ കൊച്ചിയിലേക്ക് എത്തിച്ചേരുന്ന 23 മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തും. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ചേർന്നാകും ഈ മൃതദേഹങ്ങൾ വിമാനത്താവളത്തിൽ ശേഷമാകും ഓരോ സ്ഥലങ്ങളിലും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി അവരുടെ ബന്ധുക്കളും ഒരുപക്ഷെ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ടാവും. വിങ്ങുന്ന ഹൃദയത്തോടുകൂടി, തകർന്ന ഹൃദയത്തോടുകൂടി ആയിരിക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആ ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അതല്ല പൂർണ്ണമായും നോർക്ക തന്നെയാണ് ഈ വിമാനത്താവളത്തിലെത്തുന്ന മൃതദേഹങ്ങൾ സ്വീകരിച്ച് അത് ആംബുലൻസുകളിലാക്കി അതാത് നാടുകളിലേക്ക് കൊണ്ടുപോകുന്നത്? ബന്ധുക്കൾ ആരെങ്കിലും ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടോ?
അരുൺകുമാർ, ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ അന്തിമോപചാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുമുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നോർക്കയ്ക്കും അതുപോലെ തന്നെ സർക്കാർ തലത്തിലും മാത്രമാണ്. പക്ഷേ മരിച്ച ചില ആളുകളുടെ ബന്ധുക്കൾ അല്പസമയം മുമ്പ് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അവരെ ചെക്കിങ്ങിന്റെ സ്ഥലത്തു നിന്നും അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതിവൈകാരികമായ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള സാഹചര്യവുമുണ്ട്. അധികം ആളുകൾ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിലും ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രേക്ഷകർക്കും ഒപ്പം തന്നെ ഈ ബന്ധുവീടുകളിൽ ഈ വിമാനത്താവളത്തിൽ എപ്പോൾ വിമാനം എത്തും, മൃതദേഹങ്ങൾ എത്തുമെന്ന് കാത്തിരിക്കുന്നവരോടും കൂടി ഒരിക്കൽ കൂടി പറയട്ടെ. ഇന്നലെ 1:15 കുവൈറ്റി സമയത്തിലാണ് ഈ വിമാനം കുവൈറ്റിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത്. പക്ഷേ 3 മണിക്കാണ് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം, ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്നലെ കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. കുവൈറ്റിൽ 3 മണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെ 5:30 കഴിഞ്ഞിട്ടുണ്ടാവും ഇന്ന് പ്രഭാതത്തിൽ. ഏകദേശം 6 മണി എന്ന് കൂട്ടുക. അപ്പോൾ 10:30 കൂടി മാത്രമാണ് വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുക.